ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോ ചലഞ്ചിൽ ഇന്ന് ഡേ 15 ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രോട്ടീൻ പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 15 ദിവസമായി. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോട്ടീൻ പാക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. കുറച്ച് പേരൊക്കെ ചോദിച്ചു, അജി എന്താ പ്രോട്ടീൻ പാക്ക് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പ്രോട്ടീൻ പാക്ക് ചെയ്യാം. നമ്മൾ പ്രോട്ടീൻ പാക്ക് അല്ല കേട്ടോ, നമ്മൾ ഇന്ന് കെരാറ്റിൻ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഈ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാനും മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനൊക്കെ ഈ ഒരു കെരാറ്റിൻ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ എളുപ്പമാണ്, നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കെരാറ്റിൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ് കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ അളവിൽ ഉഴുന്ന് എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടതാണ്. കുതിർക്കാൻ ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഉഴുന്ന് കുതിർക്കാൻ ഇടുമ്പോൾ കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അളവിൽ ഉഴുന്ന് എടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഞാനിവിടെ ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈറ്റ് റൈസ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണോ ഉള്ളത് അതിൻ്റെ ഒരു 4 സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ കെരാറ്റിൻ പാക്ക് ചെയ്യുന്ന സമയത്ത് പഴം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കെരാറ്റിൻ പാക്ക് അല്ല, നമ്മൾ ഏത് പാക്ക് ആണെങ്കിലും പഴം ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനും മുടി നന്നായിട്ട് വോളിയം തോന്നിപ്പിക്കാനും പിന്നെ മുടി വളരാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. നേന്ത്രപ്പഴമാണ് ഏറ്റവും നല്ലത്. നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ് ഇല്ലേ, റോബസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. റോബസ്റ്റും നേന്ത്രപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴം എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലായിട്ട് ചേർക്കണേ അങ്ങനെ ചേർക്കാം, തേങ്ങ ഡയറക്റ്റ് ചേർക്കണേ തേങ്ങ ഡയറക്റ്റ് ചേർക്കാം. തേങ്ങ നിർബന്ധമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്ക് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം, ഒരു 3 സ്പൂൺ അളവിൽ ചേർത്താൽ മതി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് വേറെ വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളമില്ലേ, ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം. കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജി അരിക്കാൻ മടിയാണ്, അരിക്കാതെയാണ് പാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ അരിച്ചിട്ട് മാത്രമേ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് താരന്റെ പ്രശ്നവും ഇച്ചിങ്ങിന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ പാക്കൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും. ഉലുവ പാക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇതിനകത്ത് ഉലുവയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് മാത്രമേ നമ്മുടെ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിൽ നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാനിത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട മൊത്തമായിട്ട് ചേർക്കുന്നില്ല, മുട്ടയുടെ വെള്ള മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കെരാറ്റിൻ പാക്ക് ആകുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രോട്ടീനും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ളയും കൂടി ചേർത്തിട്ട് പാക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് മുട്ട ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അരിച്ചെടുക്കുമ്പോൾ കുറേ വേസ്റ്റ് ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കണം കേട്ടോ. ഞാനിതാ മുടി ചീകിയതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കെരാറ്റിൻ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ തേക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പാക്ക് അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഓയിലല്ല, കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് തേച്ച് കൊടുക്കണം. നമ്മൾ ഇന്നലെ ഉലുവ പാക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ മുടി നല്ല ബൗൺസി ആവും എന്നുള്ളത്. ഇത് കണ്ടോ, മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബൗൺസി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട്, എന്നാൽ കൂടിയും പിന്നെ കുറഞ്ഞ അളവിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചലഞ്ച് ഒരുപാട് പാക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ചിലപ്പം ഞാൻ പറയുന്നത് കേൾക്കാതെ ചിലപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെയാണ് ഓയിലൊക്കെ തേക്കുന്നത് ചിലപ്പം കാണില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം പാക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. എനിക്കറിയാം ഒരുപാട് പേർക്ക് കെരാറ്റിൻ പാക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടും. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കെരാറ്റിൻ പാക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ തേക്കാനും എളുപ്പമാണ് കേട്ടോ. നല്ല ക്രീമി ഫോം ആയതുകൊണ്ട് തേക്കാൻ എളുപ്പമാണ്. അപ്പം സ്കാൽപ്പിൽ ഇങ്ങനെ സെക്ഷനായിട്ട് പിന്നെ
എടുക്കുക. എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലും തേക്കണം കേട്ടോ. കെരാറ്റിൻ പാക്ക് ആകുമ്പോൾ എന്തായാലും മുടിയിൽ തേച്ച് കൊടുക്കണം. മുടിയിൽ തേച്ചില്ലാന്നാണെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു കെരാറ്റിൻ പാക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഉള്ളു വരില്ല, പക്ഷെ ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. ഈ കെരാറ്റിൻ പാക്ക് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും മുമ്പ് ചെയ്തവരെല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ട്, എങ്ങനെയാണ് ആ പാക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യലുണ്ട്. പിന്നെ എന്നോട് കമൻറ്റിലൂടെ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ, അജി അകത്തുനിന്ന് ഹെയർ കെയർ വീഡിയോ എടുക്കുമ്പോൾ പുറത്തുനിന്ന് എടുക്കും, ഞങ്ങൾക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അകത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും മഴ വരും. അപ്പോൾ ക്യാമറ എടുത്തിട്ട് അകത്തേക്ക് ഓടണം, പിന്നെയും പുറത്തേക്ക് വരണം. അപ്പോൾ റിസ്ക്കാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ അത്യാവശ്യം തെളിച്ചുകൊണ്ട് ഇന്ന് ചെറുങ്ങനെ മഴ പെയ്യുന്നില്ല, മെല്ലെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം മഴയില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ സമയം കൊണ്ട് ഇതാ മഴ വരുന്നുണ്ട്. അപ്പം ഞാൻ വേഗം തേച്ച് കൊടുക്കട്ടെ. പാക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിൽ തേക്കുക, അത് കഴിഞ്ഞിട്ട് മുടിയിൽ തേച്ച് കൊടുക്കണം. ഇവിടെ മഴ വരുന്നുണ്ട്, ഞാനതുകൊണ്ട് സ്പീഡായിട്ട് തേക്കാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പതുക്കെ തേച്ചാൽ മതി. ഞാൻ വേഗം തേച്ച് കൊടുക്കട്ടെ. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ചിട്ടുണ്ട്. മുടിയിൽ തേക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തേക്കുക, ഒരുപാടല്ല, ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു വിധത്തിൽ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കാൻ സഹായിക്കുന്ന കെരാറ്റിൻ പാക്കാണ്. അപ്പോൾ മുടി കെട്ടി വെക്കാതെ ഇങ്ങനെ തന്നെ ഇടുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി, എന്തായാലും പിന്നെ പാക്ക് മേത്ത് മൊത്തം ആവും. പിന്നെ മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇടാൻ പറ്റുമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കി ഇടുക. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനിതാ കറക്റ്റായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്നത് കാണിക്കുന്നില്ല, വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. ഷാമ്പൂ താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം പാക്ക് ഇതുപോലെ വെച്ചാൽ മതി. അതിൽ കൂടുതൽ അരമണിക്കൂർ നേരം അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മുട്ടയൊക്കെയുള്ള കാരണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിപ്പോയില്ല, എന്നാലും അരമണിക്കൂറൊന്നും വെക്കേണ്ട, ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിയാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സമയമാണോ വെക്കാൻ പറ്റുക അതിനനുസരിച്ച് നിങ്ങൾ വെച്ചിട്ട് കഴുകിയാൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നല്ല വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പാക്കിൻ്റെ ഒരു അംശം പോലും നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ നിൽക്കാൻ വേണ്ടി പാടില്ല. അപ്പം ഇന്നത്തെ പാക്ക് ഇത്രയൊക്കെ ഉള്ളൂ. മഴ വരുന്നത് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചലഞ്ചിൽ 15ാമത്തെ ദിവസം ഈ ഒരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് എന്തായാലും മുടിക്ക് ചെറിയൊരു ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് ഡ്രൈനസ് ഒക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ ഹെയർ സെറം എടുത്തിട്ട് കുറച്ച് നിങ്ങൾ മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ 16ാമത്തെ ദിവസം വീഡിയോ ഇല്ലാത്ത ദിവസമാണ്. അന്നത്തെ ദിവസം ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.